വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിത്തീയലാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ വറുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ പീസ് കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ചെറിയ തീയിലിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചെടുത്താൽ മതി. ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി മറക്കരുത്. ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതൊന്ന് തണുത്ത ശേഷം ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 2 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പിഴിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് തിളപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. 4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളമുള്ള പോലെ തോന്നും. പക്ഷെ അത് കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.